നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്വാഭാവികമായതും എന്നാൽ ലൈംഗികപരമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് ഫെറ്റിഷിസം എന്ന് പറയുന്നത്. ലൈംഗിക അവയവങ്ങളല്ലാത്ത ഭാഗങ്ങളോടും ജീവനില്ലാത്തതിനോടും എന്നാൽ ശരീരവുമായി അടുത്ത് ബന്ധപ്പെട്ടതുമായ ചെരുപ്പ്, വസ്ത്രം തുടങ്ങിയ വസ്തുക്കളോടുള്ള ലൈംഗിക താല്പര്യത്തെയാണ് ഫെറ്റിഷിസം എന്ന് പറയുന്നത്. ഫെറ്റിഷിസത്തിൽ തന്നെ വളരെ കോമൺ ആയി കാണുന്ന ഒരു പ്രശ്നമാണ് ഫുഡ് ഫെറ്റിഷിസം എന്ന് പറയുന്നത്. പാദങ്ങളോടുള്ള അമിതമായ ലൈംഗിക താല്പര്യമാണിത്. ഏറ്റവും സാധാരണമായിട്ടുള്ള ഈ ഒരു അവസ്ഥ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് വളരെയധികം കൂടുതലായി കാണുന്നത്. കാലുകൾ കൊണ്ട് മാത്രം ലൈംഗിക സംതൃപ്തി നേടുന്ന ഒരു അവസ്ഥയാണിത്. ഇത്തരം ഫെറ്റിഷിസം ഉള്ളവരിൽ ആഭരണങ്ങളായിട്ടുള്ള മിഞ്ചി, പാദസരം എന്നിവയോടും ചെരുപ്പുകളോടും അമിതമായിട്ടുള്ള ആകർഷണം ഉണ്ടാകും. കൂടാതെ കാലിന് നൽകുന്ന പരിചരണത്തോട് ഇവർക്ക് താല്പര്യമുണ്ടാകും. ലൈംഗികതയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഇതൊരു തകരാറായിട്ടാണ് കാണുന്നതെങ്കിലും ഇതൊരിക്കലും ഒരു അപകടകരമായി കാണേണ്ട ആവശ്യമില്ല. ഇനി പറയുന്നത് ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ ഇടയാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുമാണ്. ആക്ച്വലി ഈ ഒരു അവസ്ഥയുടെ കാരണം എവിടെയും വ്യക്തമായി പറയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് പറയാവുന്നതും ചിന്തിക്കാവുന്നതുമായിട്ടുള്ള ചില കാരണങ്ങളും സാധ്യതകളുമാണ് ഇനി പറയുന്നത്. പല കാര്യങ്ങളിലും പെട്ടെന്ന് ഉത്തേജിതരാവുന്നവരും ഹോർമോൺ നില വളരെയധികം കൂടി നിൽക്കുന്ന കൗമാര കാലഘട്ടത്തിലും ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. മെഡിക്കലി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ബ്രെയിനിൽ പാദങ്ങളുടെയും ജനനേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അടുത്തടുത്തായതിനാൽ ഉണ്ടാകുന്ന ന്യൂറൽ ക്രോസ് ടോക്ക് ഇതിനൊരു കാരണമാണ്. ന്യൂറൽ ക്രോസ് ടോക്ക് എന്നാൽ ഒരു കേന്ദ്രത്തിലെ സിഗ്നലുകൾ അടുത്ത കേന്ദ്രത്തെ ദോഷകരമായി ബലം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. മുതിർന്നവർ തമാശയ്ക്കാണെങ്കിലും അല്ല എങ്കിലും കുഞ്ഞുങ്ങളെ പാദങ്ങൾ ഉപയോഗിച്ച് ഇക്കിളിപ്പെടുത്തുകയും അത് കാരണം അവർ ഉത്തേജിതരാവുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയുന്നത് ഇതിനുള്ള പരിഹാര മാർഗമാണ്. ഫെറ്റിഷിസം എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയൊരു തകരാറായി ചിന്തിക്കേണ്ട ആവശ്യമില്ല. മാനസികപരമായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണിത്. ആദ്യമേ ഇതിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു രോഗമായി കൺസിഡർ ചെയ്യുക പോലുമില്ല. എന്നാൽ ഈ ഒരു പ്രശ്നം കാരണം വിവാഹ ജീവിതത്തിൽ ധാരാളം പ്രശ്നമുണ്ടാകുക, ജോലി സ്ഥലത്ത് കോൺസെൻട്രേഷൻ കിട്ടാതെ വരിക, ഇത് കാരണം പണം നഷ്ടമായി കൊണ്ടിരിക്കുക, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത് നിർത്തണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മുക്തരാകണമെന്ന് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരോടാണ് ഇനി പറയുന്നത്, നിങ്ങൾക്ക് ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മാറ്റണമെന്ന് നിങ്ങൾ എപ്പോൾ ചിന്തിക്കുന്നോ അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വയം മാറ്റിയെടുക്കാവുന്ന ഒരു മാനസികാവസ്ഥയാണിത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ അതിൽ ഫെയിലിയർ ആകുന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റ് ട്രീറ്റ്മെന്റുകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇതിനുവേണ്ടി ബിഹേവിയറൽ തെറാപ്പി, കൗൺസിലിംഗ് പോലുള്ള ധാരാളം മാനസികപരമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രശ്നം മാറ്റിയെടുക്കണമെന്ന് സ്ട്രോങ് ആയൊരു ഡിസിഷനുമായാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൗൺസിലിംഗിലൂടെയും ബിഹേവിയറൽ തെറാപ്പി വഴിയും നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി മുക്തരാക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മറച്ചു വെക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാതെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ അത് മാറ്റണോ അല്ലെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള ശരിയായ തീരുമാനത്തിൽ എത്താനായി ശ്രമിക്കുക. നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.